എന്നെ പറ്റിയാണ് ചർച്ച മുഴുവൻ. ഞാനല്ലേ ഇപ്പൊ സിറ്റിയിലെ പുതിയ താരം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ടിനി ടോമിനെതിരെ പരാതിയുമായി രംഗത്താൻ ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീന കുറുപ്പ് ചേച്ചിയെ വിളിച്ചതെന്ന് അസഭ്യ വാക്കുകൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന്. മലയാളത്തില് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് വിളിച്ചത്. ആ നായിന്റെ മോനോട് ഞാൻ പറഞ്ഞ ടീച്ചർക്ക് പട്ടി പോക്കുന്നു അങ്ങനെയുള്ള വർത്താനം പറയുന്നവനോട് പറഞ്ഞു അവന്റെ കാര്യമായി ഞാൻ നിലത്തൊഴിക്കാം. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആദ്യം നീ ഒന്നാ നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല രണ്ട് അടി കൊടുക്കുക. ഞാൻ കുറച്ച് ഓവറായില്ലേ? ക്രിമിനൽ മൈൻഡാ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജേക ജില്ലയല്ലേ ഇയാള്? ടിനി ടോമിന്റെ സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. അതെ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിന്തിയെ കിട്ടില്ല. എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? നീ ഇങ്ങോട്ട് പറ. ഞാൻ കയറിപ്പോയോ? ധൈര്യം നീ ചെയ്ത് കാണിക്കടാ, എന്നിട്ട് മതി ബാക്കി വർത്താനം. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. എന്ത് പറ്റും? ശരിയാവില്ല. നമ്മളായിട്ട് എന്തിനാണോ ശത്രുവിന്റെ കയ്യിൽ ആയുധം കൊണ്ട് കൊടുക്കുന്നത്? ടിനി ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയ് മോഹൻ പൊളി പൊളി. വിജയ് മോഹൻ സന്തോഷായില്ലേ?